ഹായ് ഹലോ, ഞാൻ തജിന മല്ലത്ത്. KL14 മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഗോളി ബജിയാണ്. നമ്മുടെ നാടൻ പലഹാരമാണ് ഗോളി ബജി. മൈസൂർ ബോണ്ടി എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സ് ആണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് ഫുള്ളായിട്ട് കാണണം. അതേപോലെ തന്നെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പുറം ഭാഗം നല്ല ക്രിസ്പിയും അകം ഭാഗം സോഫ്റ്റ് ആയിട്ടുള്ള ഗോളി ബജ്ജി റെസിപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കൂ. ഇതിൻ്റെ അകമെല്ലാം കണ്ടു നോക്കിയേ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന അതേ ടേസ്റ്റ്, അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ റെസിപ്പി പരിചയപ്പെടുത്തുന്നത്. വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൈരാണ് വേണ്ടത്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് തൈര് ഞാനിവിടെ എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിന്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് മനസ്സിലാവും. എന്നിട്ട് 250 ml മെഷർമെൻറ്റിൽ ഞാൻ അളന്നിട്ട് ഇതിൻ്റെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബൗളിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്ത പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ അപ്പക്കാരം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാനൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പക്കാരം ഓയിലെല്ലാം ചേർക്കുമ്പോൾ നല്ല പതഞ്ഞിട്ട് വരും. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് പിന്നെ നല്ലോണം മിക്സാക്കിയിട്ട് നമുക്കിത് ഒരു 5 മിനിറ്റ് മൂടിയിട്ട് വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഓപ്പൺ ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കണം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് ലെവലായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അളവെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കറക്റ്റ് പാകം നിങ്ങൾക്ക് കിട്ടില്ല. 2 കപ്പും ലെവലാക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കലക്കിയിട്ട് എടുക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ആദ്യം വെള്ളം ചേർക്കാണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ മിക്സാക്കി എടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അല്പാൽപ്പം ഒഴിച്ചിട്ട് കട്ടൊന്നും ഇല്ലാണ്ട് ഇത് കലക്കിയിട്ട് എടുക്കണം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട, അല്പാൽപ്പം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഒരു കട്ടിക്ക് കലക്കിയിട്ട് എടുക്കണം. കൂടുതൽ കട്ടിയല്ല, എന്നാൽ ലൂസ് ആവാനും പാടില്ല. അപ്പം ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിട്ടേ അതിൽ പകുതി വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. 1 കപ്പ് എന്ന് പറയുമ്പോൾ 16 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അരക്കപ്പ് എന്ന് പറയുന്നത് 8 ടേബിൾ സ്പൂൺ വെള്ളമാണ്. ഞാൻ ഇവിടെ 7 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത്. അരക്കപ്പിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ബാക്കിയായി. ഇനി ഇത് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് അതിലേക്ക് 1 സവാളിൻ്റെ പകുതി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ 2 പച്ചമുളക് ഉണ്ടല്ലോ, വലിയ സൈസിലുള്ള നല്ല എരിവുള്ള പച്ചമുളക്, അതും വളരെ ചെറുതായിട്ട് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുത്തിട്ട് അതും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന്. പിന്നെ വേണ്ടത് കറിവേപ്പില, അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ മല്ലിയില ഉണ്ടല്ലോ, അതും കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിന്. പിന്നെ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് അപ്പക്കാരം നേരത്തെ ഞാൻ 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. ഇപ്പോൾ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ അപ്പക്കാരമാണ് വേണ്ടത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3/4 കപ്പ് ആദ്യം, പിന്നെ 1/4 ടീസ്പൂൺ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കണം. ഒന്നിച്ച് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ പാൻ ചൂടാക്കിയിട്ട് നല്ലോണം എണ്ണ ഒഴിച്ച് കൊടുക്കണം. അതായത് നല്ലപോലെ മുങ്ങിക്കിടക്കണം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് കുറച്ച് മാവ് ഇടുമ്പോൾ തന്നെ നല്ല വലുതായിട്ട് പൊങ്ങിയിട്ട് വരും. അപ്പോൾ എണ്ണ കുറവാണെങ്കിൽ അതിൻ്റെ മോൾ ഭാഗം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് എടുക്കണം. എണ്ണ നല്ലോണം ചൂടുണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മാവ് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട്. വീഡിയോയിൽ കാണുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ മാവിലേക്ക് നുള്ളി ഇടുന്ന സമയത്ത് തന്നെ ഇത് വലിയ സൈസിലായിട്ട് തിരിഞ്ഞ് ഇങ്ങനെ മറിഞ്ഞ് വീഴും. കണ്ടല്ലോ, ഇങ്ങനെയാണ് പാകം.
അപ്പോൾ ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് 1/4 ടീസ്പൂൺ അപ്പക്കാരം ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഫുൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീ മീഡിയം ടു ലോയിലേക്ക് ആക്കിയിട്ട് വെക്കണം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഫുള്ളിൽ ഉണ്ടായിന്, എല്ലാം ഇട്ട പിന്നെയാണ് നമ്മൾ മീഡിയം തീയിലേക്ക് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡ് കളറാക്കിയിട്ട് എടുക്കണം. ഫുള്ള് ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെങ്കിൽ അകം ഭാഗം നല്ല പോലെ കുക്കായിട്ട് കിട്ടില്ല, പുറം ഭാഗം പെട്ടെന്ന് കളർ ചേഞ്ച് ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. ഇതാ ഇപ്പോൾ ആദ്യത്തെ ബാച്ച് നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നാൽ ഓയിലിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കണം. ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഓയിൽ നല്ല പോലെ മുങ്ങിക്കിടക്കുന്ന വണ്ണം ഓരോ ബോൾസാക്കി നുള്ളി ഇട്ട് കൊടുക്കണം. തിരിഞ്ഞ് വീഴുന്ന സമയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മാവ് പെർഫെക്റ്റ് ആണെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുഴുവനും ഇട്ട് കഴിഞ്ഞതിന് ശേഷം തീ ഒന്ന് ചെറുതാക്കി കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒരു തവി വെച്ച് ഇളക്കി ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ല പോലെ മൊരിച്ചിട്ട് എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ സമയം മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. അല്ല എങ്കിൽ കളർ ചേഞ്ച് ആകുന്ന മാത്രമല്ലാണ്ട് അകമൊന്നും കുക്കായിട്ട് കിട്ടേല. രണ്ടാമത്തെ ബാച്ചും അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് തൈര് വേണ്ടാന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇഡ്ഡലി ബാറ്റർ അല്ലെങ്കിൽ ദോശ ബാറ്റർ ഉണ്ടല്ലോ, ഉഴുന്നിട്ട ദോശൻ്റെ ബാറ്റർ, ആ മാവും അതിലേക്ക് മൈദ ചേർത്ത് നല്ലോണം പുളിപ്പിച്ച് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ്. ഹോട്ടലിലത്തെ അതേ സ്ട്രക്ചറും അതേ ടേസ്റ്റ് ഹോട്ടലിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് ഗോളി ബജിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നിയും കൂടി വേണം. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു സവാളിൻ്റെ 1/4 ഭാഗം അത് ചെറുതായി അരിഞ്ഞ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ സൈസാണെങ്കിൽ 2 അല്ല എങ്കിൽ 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് ചതച്ചതും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 അല്ലി വെളുത്തുള്ളിയാണ്. 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് തൊലി കളഞ്ഞ നിലക്കടല, വറുത്ത നിലക്കടലയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എരിവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. എടുത്ത തൈര് ആവശ്യാനുസരണം ഒഴിച്ച് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് എടുക്കണം. എനിക്കിവിടെ ഫുള്ളായിട്ടും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള താളിപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരു പാൻ ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് ഉണക്കമുളക് 2-3 ചെറുതായി അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കണം. 1 ടീസ്പൂൺ ഉഴുന്ന് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം ലോയിലേക്ക് വെക്കാൻ ശ്രദ്ധിക്കുക. കടുക് പൊട്ടിയതിന് ശേഷമാണ് ലോയിലേക്ക് മാറ്റിയത്. ഇനി ചട്നിയിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ചട്നിയാണിത്. ഇനി തൈര് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ചെറിയ വലിപ്പത്തിൽ, ചെറിയ നെല്ലിക്ക ഉണ്ടല്ലോ, ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ പുളി ചേർത്തും നമുക്ക് ഈ ചട്നി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നിലക്കടല ചേർക്കുമ്പോൾ ഇതിലേക്ക് തൈരാണ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നത്. അപ്പോൾ രണ്ടും ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും. ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും. ഗോളി ബജിയുടെ അകമെല്ലാം കണ്ടില്ലേ, നല്ല പൂ പോലെ സോഫ്റ്റ് എന്നൊക്കെ പറയും പോലെ അടിപൊളി സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. വീണ്ടും കാണുന്നത് വരെ ജസാക്കല്ലാഹ് ഖൈർ.